മഞ്ഞുപാളിയുടെ കനം പരിശോധിക്കാൻ ശ്രമിച്ചതായിരുന്നു ആ സ്ത്രീ. എന്നാൽ അപ്രതീക്ഷിതമായി മഞ്ഞ് പാളിത്തകരുകയും അവർ തണുത്തുറഞ്ഞ തടാകത്തിലെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അവളുടെ ഭർത്താവ് ഉടൻ തന്നെ രക്ഷിക്കാൻ ഓടിയെത്തി. അവരുടെ വിശ്വസ്തനായ ബാർക്കർ എന്ന നായയും അപകടം തിരിച്ചറിഞ്ഞ് അവർക്ക് പിന്നാലെ പാഞ്ഞു. എന്നാൽ അവർ എത്തുന്നതിനു മുൻപേ ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ട് ആ സ്ത്രീ മഞ്ഞിനടിയിലേക്ക് ഒലിച്ചുപോയി. ബാർക്കർ ഒട്ടും മടിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തുചാടി. തണുപ്പ് സഹിക്കാനാവാതെ ആ സ്ത്രീക്ക് ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഈ നിർണായക സമയത്ത് ബാർക്കർ അവളുടെ അടുത്തെത്തുകയും തന്റെ ശരീരം കൊണ്ട് അവളെ മഞ്ഞിനടിയിലൂടെ വലിച്ച് പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. മരണത്തിന്റെ വക്കിൽ വെച്ച് മറ്റൊരു നായയുടെ സഹായത്തോടെ ബാർക്കർ മഞ്ഞുപാളിയുടെ ബലഹീനമായ ഒരു ഭാഗം കണ്ടെത്തുകയും തന്റെ സർവ്വശക്തിയുമെടുത്ത് അവളെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഭർത്താവ് അവളെ കരയിലേക്ക് വലിച്ചു കയറ്റുന്നതിനിടയിൽ ശാരീരികമായി തളർന്ന ബാർക്കർ വീണ്ടും തണുത്ത വെള്ളത്തിലേക്ക് വീണുപോയി. ഭർത്താവ് പരിഭ്രാന്തനായി. അദ്ദേഹം മഞ്ഞുപാളിയിൽ കിടന്ന് ബാർക്കറെ തിരഞ്ഞുകൊണ്ടിരുന്നു. മഞ്ഞു പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും കൈയിലുണ്ടായിരുന്ന കഠാര പകുതിയായി ഒടിഞ്ഞുപോയി. നിരാശനായിരുന്ന അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പെട്ടെന്നൊരു മരക്കഷ്ണം വീണു. അദ്ദേഹം ആ വടിയെടുത്തെഴുന്നേറ്റപ്പോൾ എന്തോ പന്തികേട് തോന്നി തിരിഞ്ഞുനോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ബാർക്കർ സുരക്ഷിതനായി അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന തന്റെ പ്രിയപ്പെട്ട നായയെ അദ്ദേഹം ആവേശത്തോടെ കെട്ടിപ്പിടിച്ചു.